രാജ്യത്ത് 47 ഇനം മരുന്നുകളുടെ വില കുറച്ചു. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വിലയാണ് കുറച്ചത്. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടെ ഉത്തരവ് പുറത്തിറങ്ങി. പ്രമേഹം, ആസ്മ, ഹൃദയസംബന്ധമായ അസുഖങ്ങൾ, അണുബാധ, അലർജി എന്നിവയ്ക്കടക്കം ഉപയോഗിക്കുന്ന മരുന്നുകൾ, മൾട്ടിവൈറ്റമിൻ, ആന്റിബയോട്ടിക്കുകൾ എന്നിവ അടക്കം 41 ഇനം ഏകരാസമരുന്നുകൾക്കും 6 കോമ്പിനേഷൻ മരുന്നുകൾക്കുമാണ് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി വില കുറച്ചത്. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഇന്ത്യയിൽ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളുള്ള കേരളത്തിൽ ഈ തീരുമാനം ആശ്വാസകരമാണ്. അലർജി, ആസ്മ എന്നിവയ്ക്കടക്കം ഉപയോഗിക്കുന്ന ഇൻഹേലർ മരുന്നിന് നേരത്തെ 3800 രൂപ നൽകണമായിരുന്നുവെങ്കിൽ ഇനി അതിന്റെ വില 794 രൂപ 4 പൈസ മാത്രം. അണുബാധയ്ക്ക് നൽകുന്ന ഇഞ്ചക്ഷന്റെ വില 4000 രൂപയിൽ നിന്ന് 1569 രൂപ 94 പൈസയായി കുറച്ചു. രക്തം കട്ടപിടിക്കാതിരിക്കാൻ നൽകുന്ന കോമ്പിനേഷൻ മരുന്നുകളുടെ വിലയിലും 15 രൂപയിലേറെ കുറവുണ്ട്. മരുന്ന് മൊത്തവിലയുടെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും വിലവർധന നടപ്പാക്കാൻ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് കഴിഞ്ഞ 3 വർഷങ്ങളിലായി 10ഉം 12% വർദ്ധിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിലാണ് വിലക്കുറവ്. അവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനാണ് വില കുറച്ചതെന്നാണ് ദേശീയ മരുന്നുവില നിയന്ത്രണ അതോറിറ്റിയുടെ വിശദീകരണം. കഴിഞ്ഞ 3 വർഷത്തിലായി 23% വർധന നടത്തിയ ശേഷമാണ് ഇപ്പോഴത്തെ ഈ വിലക്കുറവ്. എന്നിരുന്നാലും ജീവിതശൈലി രോഗങ്ങൾക്കടക്കമുള്ള മരുന്നുകൾക്ക് വില കുറഞ്ഞതിനാൽ രോഗികൾക്ക് ആശ്വാസകരവുമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.